അതിക്രമങ്ങൾക്കും മാപ്പും പാപങ്ങൾക്കും മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. സത്യമാണ്. നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളോട് ക്ഷമിക്കുന്നുണ്ടെങ്കിൽ, പൊറുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ഭാഗ്യമുള്ളവരാണ്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മളുടെ തെറ്റുകൾ കണ്ടില്ലെന്ന് നടിച്ച് അവർ നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അവർ പൊട്ടന്മാരായതുകൊണ്ടല്ല, അവർ മണ്ടന്മാരായതുകൊണ്ടല്ല, അവർക്ക് അത്രയ്ക്ക് നമ്മളെ സ്നേഹമുള്ളതുകൊണ്ടാണ്. അപ്പം ചിലപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് തോന്നാറുണ്ട്, നമ്മൾ കാണിക്കണ ഒരു അഹങ്കാര പ്രവൃത്തികൾ, ഒരു അധികാര പ്രവൃത്തികൾ, അല്ലെങ്കിൽ ഒരു ഹുങ്ക്, ഒരു തെറ്റായ വർത്തമാനം, ഇതെല്ലാം ചെയ്യുമ്പം മറ്റുള്ളവർ അതിങ്ങനെ ഒന്നും മിണ്ടാതെ കേട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ താളത്തിനൊത്ത് തുള്ളാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് നമ്മൾ എടുക്കും. എന്നിട്ട് നമ്മൾ അതങ്ങ് പിടിച്ച് അതൊക്കെ എൻ്റെ താഴെയുള്ളവരാണെന്ന് പറഞ്ഞ് നമ്മളങ്ങ് ആസ്വദിക്കും. നമ്മളൊരു ഹുങ്കുള്ള വർത്തമാനം പറഞ്ഞിട്ട്, ഒരു വേദനിപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞിട്ട്, കളിയാക്കുന്ന വർത്തമാനം പറഞ്ഞിട്ട് അവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയ്ക്ക് നമ്മളോട് താല്പര്യമുള്ളത് കൊണ്ടാണ്. അത് നമ്മുടെ വലിയ ഭാഗ്യമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ആ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ദുരുപയോഗിക്കാനും ഇടവരരുത്. അതിനെ ബഹുമാനിക്കാൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റട്ടെ. നമ്മളുടെ തെറ്റുകൾ നമ്മളോട് മറ്റുള്ളവർ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭാഗ്യമാണ്. നമ്മുടെ ദൈവം, ഈശോ, അങ്ങനത്തെ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഒക്കെ തിരിച്ചറിയാൻ പറ്റില്ല. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.